ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ആൻഡോ അഗസ്റ്റിൻ ആവർത്തിച്ച് പറയുന്നത് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങളടക്കം അത് നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത്. എന്താണ് വസ്തുത? ഈ വസ്തുത ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എന്നും ഇങ്ങനെ പറയാൻ കഴിയുമോ? വരുന്നില്ല നിങ്ങൾ പറയുന്നു, ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നു. നോക്കാം, നമുക്ക് ഇനി വരുമ്പോ പറയാന്നുള്ളതിനേക്കാൾ അപ്പൊ എന്താ പറയാ? അല്ല, അങ്ങനെയാണ് ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്യുന്നത്. വരുമ്പോൾ പറയാമെന്നുള്ളതല്ലോ. ഇന്ത്യയിലും വേൾഡിലുള്ള പത്രങ്ങൾ മുഴുവൻ പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അതായത് ഒഫീഷ്യലായിട്ട് ഒരു കാര്യവും മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും നമുക്കില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയാ? നിലവിൽ എന്ന് മെസ്സി വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. മെസ്സി വരുന്നില്ല. അർജന്റീന ടീം പറയുന്നത് അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ്, അറിയിപ്പ്. 15-ാം തീയതി വരും, 17-ാം തീയതി മത്സരം നടക്കും. അതെ, ഫിഫ വിൻഡോയില് മാച്ച് ഇല്ലെന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. എല്ലാം അവിടെ കൺഫേം ആയി നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാ അതിങ്ങനെ വരുന്നതെന്ന് എന്ത് അറിയാൻ പറ്റും? എതിരാളികൾ ഓസ്ട്രേലിയ ആണല്ലോ അല്ലേ? അതെ അതെ അതെ. ഓസ്ട്രേലിയ ഫുട്ബോൾ അസോസിയേഷനോ ഫെഡറേഷനോ ഒക്കെ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അവരൊക്കെ എല്ലാം അവർ പ്രൊസീജിയർ, വിസ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ അർജന്റീനയിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല. കാരണം നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? നമുക്ക് ഇവിടുന്ന് അർജന്റീന മാധ്യമത്തെ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? നമ്മളോട് ആരും അതിന്റെ അഭിപ്രായം ചോദിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കൺസേൺ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് എന്താ പറയാൻ കഴിയുക? ഈ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷനും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവിടെ നിന്നുമുള്ളത് അങ്ങനെയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ ഇവിടെ കണ്ടതല്ലേ, അർജന്റീനയുടെ ആൾക്കാർ ഇവിടെ വന്നു, അവർ ഒഫീഷ്യലി പറഞ്ഞു. അവരുടെ വെബ്സൈറ്റ് ഇപ്പോഴും എടുത്തു നോക്കൂ. അർജന്റീനയുടെ വെബ്സൈറ്റ് ഇപ്പോൾ എടുത്തു നോക്കൂ എങ്ങനെയുള്ളതെന്ന്. അതിന്റെ അകത്ത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഇന്ന ദിവസം കേരളത്തിലാണ് കളി എന്നുള്ളത്. അവരെന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അവർ അതിന് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യില്ലേ? കേരളത്തിൽ കളിക്കുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, തീർച്ചയായും താങ്കൾക്ക് ഒരു മാധ്യമ സ്ഥാപനം കൂടി ഉള്ളതാണല്ലോ. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ഒരു വാർത്ത പുറത്തു വരിക എന്നത് ഞാനും താങ്കളെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വാഭാവികമായും അർജന്റീന എന്നത് ഫുട്ബോളിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് എന്നും അവിടുത്തെ ടീം എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നും താങ്കൾക്കും അറിയാം. അവിടുത്തെ മാധ്യമങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ വാർത്ത നൽകുക. ആൻഡോ, അല്ല, അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളല്ലേ ആദ്യം അറിയേണ്ടത്. അതായത് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അത് അറിയേണ്ടത് നമ്മളല്ലേ? അല്ല, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് കേരളം നൽകേണ്ട അല്ലെങ്കിൽ കേരളത്തിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമാവലികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടീമുമായി പുലർത്തേണ്ട ആശയവിനിമയങ്ങളിലോ ഒന്നും തൃപ്തരല്ല അവർ എന്ന മട്ടിലുള്ള പ്രതികരണം വരുന്നുണ്ട്. അത് പ്രധാനമായും വരുന്നത് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധമുള്ള ജേർണലിസ്റ്റ് ഗാസ്റ്റൺ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ഗാസ്റ്റൺ എഡ്യൂൾ ആണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും. അല്ല, അത് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും ഇല്ല. ഒഫീഷ്യലായിട്ട് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധികള് ഓൾറെഡി അർജന്റീനയിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവരെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അവിടെ ഒന്നും ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ വാർത്ത വരുന്നതെന്നാണ്. അല്ല, താങ്കൾ തന്നെ അല്പസമയം മുമ്പ് ചോദിച്ചു, അവിടെ നിന്നുള്ള ഒരു ഡെലിഗേറ്റഡ് ടീം അല്ലെങ്കിൽ ഒരു സംഘം വന്നു, അത് നിങ്ങൾ കണ്ടതല്ലേ എന്ന്. പക്ഷേ ഈ സംഘം തൃപ്തികരമായ ഒരു റിപ്പോർട്ടല്ല നൽകിയിട്ടുള്ളത് എന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, അതിപ്പം നമ്മൾക്ക് അവര് വന്നതിന് ശേഷം പോയതിനു ശേഷം ഒഫീഷ്യലി കൺഫർമേഷൻ തന്നിട്ടുണ്ട്. അവർ ചെയ്യേണ്ട മാറ്റങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അത് വരാൻ കഴിയുക? എന്താണ് ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് വലിയ മുതൽ മുടക്കുള്ള ഒരു പണിയാണ്. അത് വാർത്ത വരില്ല എന്ന് പറയാം. നിങ്ങൾ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും.
ഈ മുതൽ മുടക്ക് നമുക്ക് എപ്പോഴും തിരിച്ചു പിടിക്കാൻ അല്ല, കഴിയില്ല. അതിലൊന്നുമല്ല ഈ തർക്കം, pre-event ആണ്. അതിലൊന്നുമല്ല. അവിടെ അല്ല ഞാൻ പറയുന്ന തർക്കത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം ഇത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവന്റുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. തീർച്ചയായും. അല്ല, താങ്കൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ. അതായത് ഈ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം, അതിന്റെ ഒരു കോട്ട്, അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: വി ഡിഡ് എവറിത്തിങ് പോസിബിൾ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ ഇൻ നവംബർ. എ ഡെലിഗേഷൻ ഈവൻ ട്രാവൽഡ് ടു ഇന്ത്യ ടു സീ ദ ഫീൽഡ്, ദ ഹോട്ടൽ, ബട്ട് അൾട്ടിമേറ്റ്ലി ഇന്ത്യ കുഡ് നോട്ട് മീറ്റ് ദ റിക്വയർമെന്റ്സ് എന്നാണ്. അപ്പോൾ അവർ വന്നതിലോ സന്ദർശിച്ചതിലോ ഹോട്ടലിൻ്റെ, അതായത് താരങ്ങൾക്ക് സ്വാഭാവികമായും അത്രമേൽ ക്ലാസ് ഹോട്ടൽ സൗകര്യങ്ങൾ വേണം, അത്രമേൽ നല്ല ഗ്രൗണ്ടിലായിരിക്കണം മത്സരം നടത്തേണ്ടത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇന്ത്യ കുഡ് നോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ട്? അത് രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ. സ്വാഭാവികമായി ഇപ്പോൾ കേരളത്തിൽ കളി നടക്കുന്നു എന്ന് പറയുമ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നുള്ളതായിരിക്കില്ല ഫോക്കസ്, ഇന്ത്യയിൽ നടക്കുന്ന മത്സരം എന്നതായിരിക്കും. ആ നിലയിൽ ഉള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് എവിടെ നിന്നാണ് ആ പിഴവ് എന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. അത് സംഘാടകരായ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണോ എന്നതും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കളിക്കുക എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ പേര് തന്നെയല്ലേ പറയുള്ളൂ. ഇന്ത്യയിൽ കളിക്കാൻ തീരുമാനിച്ചു, അവര് വന്നു, കണ്ടു. അവർ ഏതെങ്കിലും കാര്യത്തിൽ ഇത് പറ്റില്ല പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റാം, ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ വിചാരിക്കുന്നില്ല ഈ അർജന്റീനയെക്കാളും ഉള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ് കേരളം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നതും? അതും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്പോർട്സ് ലേഖകരൊക്കെ കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് എന്താണ് ഇത് നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പറയപ്പെടുന്നില്ല, ഒന്നുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ പറയാം. അതിനപ്പുറം നമ്മൾ എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കിട്ടിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യോ, ഈ കാര്യങ്ങൾ ചെയ്യോ? കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ഇവന്റ് കേരളത്തിൽ നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യാൻ കഴിയില്ല. അവിടെ അങ്ങനെയെങ്കിൽ ശ്രീ ആൻഡോ, താങ്കൾ ഈ പറയുന്നത് പോലെ ഇതൊരു പണം മുടക്കുന്ന ഒന്നുകൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പണം മുടക്കി ആ ടീം പിൻവലിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അപ്പോൾ ഒരു കരാർ വസ്തുതാപരമാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്നത് അവർക്കും സാധ്യമല്ല. ഞാൻ പറയുന്നത് അവർ ഒഫീഷ്യലായിട്ട് കരാറിന്റെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ. അവരുമായി ബന്ധപ്പെട്ട ഒരു സാധനം അവർ പറയുന്നില്ല, AFAന്റെ ഭാഗത്തുനിന്ന് പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയോ? നിങ്ങൾ കണ്ടതാണ് ഈ AFA ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ കളിയില്ല എന്ന് പറഞ്ഞതാണ്, കേരളത്തിൽ കളിയില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇന്ത്യയിലെ മാധ്യമങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അർജന്റീനയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വരെ പറഞ്ഞു ഇന്ത്യയിൽ കളിയില്ല, ആഫ്രിക്കയിലാണ് കളി നടക്കാൻ പോകുന്നത്, അമേരിക്കയിലാണ് കളി നടക്കാൻ പോകുന്നത്, ചൈനയിലാണ് കളി നടക്കാൻ പോകുന്നത്. ഈ ചൈനയിലെ കളിയൊക്കെ ഇപ്പൊ എവിടെ പോയി? അമേരിക്കയിലെ കളി ഇപ്പൊ എവിടെ പോയി? അപ്പൊ അതൊക്കെ പറഞ്ഞത് അല്ല, താങ്കൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ അങ്കോളയുമായി മത്സരമുണ്ടല്ലോ, അത് ഒഫീഷ്യലായി ഫിക്സ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കാം? അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇത് ഇന്ത്യയിൽ കളിക്കുന്നു എന്ന മട്ടിലാണല്ലോ. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ അത് അനൗൺസ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ചെയ്തല്ലോ, അവർ അനൗൺസ് ചെയ്തു, ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഒഫീഷ്യലി അവർ ഇന്ത്യയിൽ കളിക്കുന്നുവെന്നും അതിന്റെ വേദി കേരളത്തിലാണ് എന്നും അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, അത് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ട് നിങ്ങളെല്ലാം വാർത്തയാക്കിയതാണല്ലോ. അതിലിപ്പോ എന്താ അതിന് പറയാൻ എന്താ പറ്റുക നമുക്ക്? അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടല്ലോ. എവിടെ നോക്കട്ടെ, ദ സെക്കൻഡ് ഫിഫ നവംബർ ഫ്രം നവംബർ 10 to 18 will be played Luanda, Angola and Kerala, India. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ കൂടുതൽ എന്താ പറയുക? അവരുടെ വെബ്സൈറ്റ് ഇപ്പോഴും നിങ്ങൾ എടുത്തു നോക്കൂ, afa.com.ar എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. AFAന്റെ ആണ്, അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് അതാണ്. ശരി, പക്ഷേ ഈ പത്രം കോട്ട് ചെയ്യുന്നത് what we are going to do is, കാരണം അവർ കോട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? അവർ പറയട്ടെ. അതിൽ കൂടുതൽ നമുക്കിപ്പോ അർജന്റീനയിൽ പോയിട്ട് ആ പത്രത്തിനോട് നമുക്ക് പോയിട്ട് ഞങ്ങളുടെ വാർത്ത കൊടുക്കുന്നു പറയാൻ കഴിയില്ലല്ലോ നമ്മളെ കൊണ്ട്. അതിൽ ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആഡിങ് ദാറ്റ് they were looking at the possibility of rearranging the proposed friendly March in March next year. അതായത് 2026 മാർച്ച് മാസത്തിൽ
ഈ മത്സരം നടത്താൻ പറ്റുമോ എന്നത് സംബന്ധിച്ച ആലോചനകളുമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും റിക്വയർമെന്റ് പ്രശ്നമാണെങ്കിൽ റിക്വയർമെന്റ് നമ്മളെ അറിയിക്കാം. നമ്മൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതെന്ന് പറയുന്നത് കുട്ടിക്കളിയല്ലല്ലോ. ഇത് രണ്ട് രാജ്യങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾ തമ്മിലുള്ള കളിയാണ്. ഈ അർജന്റീന മാത്രമല്ല, ഈ ഓസ്ട്രേലിയയും ഇവര് എത്രയും തന്നെ വലിപ്പമുള്ള ഒരു കൺട്രിയാണ് അല്ലേ? അവർക്കൊരു അതാണ് ഞാൻ ചോദിച്ചത്. അത് ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചിട്ടുണ്ടോ, ഓസ്ട്രേലിയ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചത് നേരത്തെ അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ പറയുന്നത് പോലെ ഇത് ചെറിയ കളിയല്ല. ഇതിനൊക്കെ ഫിഫയുടെ ഗൈഡ് ലൈനും ഫിഫയുടെ അണ്ടറിലുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വന്ന് നിങ്ങളോട് പറയാത്തതിന് കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മുടെ ആൾക്കാർക്ക് ധാരണയില്ല. നമുക്ക് ഒരു പരിധി വരെയുള്ള ആൾക്കാർക്കുണ്ട്, മറ്റുള്ളവർക്ക് അറിയില്ല. പിന്നെ ഇവരെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് 17-ാം തീയതി മാച്ച് ആണെന്നുള്ള കാര്യം. ഇനി അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് വരട്ടെ. അങ്ങനെ വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടുകയാണെങ്കിലല്ലേ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ. അതായത് താങ്കൾക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു അറിവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഈ മാർച്ചിലേക്ക് മത്സരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ? മാർച്ചുമായിട്ട് മത്സരം നടത്തേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. എന്താണ് മാർച്ചിലേക്ക് കളി മാറ്റേണ്ട കാര്യം എന്തായിരിക്കും? അങ്ങനെ എന്തിനുണ്ട് നമ്മൾ അറിയണ്ടേ? നമുക്ക് അറിയുന്നുള്ളത് മാത്രമല്ല, അങ്ങനെ എന്തിനുണ്ട് ഞങ്ങൾ അറിയും. ശരി, കൺഫർമേഷൻ വരും. ഒരു കാര്യം കൂടി, അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇതൊരു ചെറിയ കളിയല്ല എന്ന്. തീർച്ചയായും അങ്ങനെയാണ്. ഫുട്ബോളിന്റെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കെല്ലാം ഒരുപാട് ചട്ടങ്ങളും ഒരുപാട് ക്രമീകരണങ്ങളും ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നിരവധിയായ പരിശോധനകൾ പല ഘട്ടങ്ങളിലായി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തൽ മാത്രമാണോ? അതിനുശേഷം ഈ കൃത്യമായി ഒരുക്കങ്ങളുണ്ടല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ താരങ്ങളുടെ താമസം, അവരുടെ യാത്ര, അതുപോലെ ഈ ഫീൽഡ്, അതായത് മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിൽ തന്നെ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ, ഇതെല്ലാം ഒരു അന്തിമമായ വിലയിരുത്തൽ പിന്നീടും ഉണ്ടാകില്ലേ? അല്ല, ഞാൻ പറയുന്നത് അവര് വന്ന് കണ്ടു കഴിയുമ്പോൾ കുറെ ക്രൈറ്റീരിയ നമ്മളോട് പറയും, ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തണം. അങ്ങനെയുള്ള മാറ്റം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിന്റെ അകത്ത് എല്ലാ വർഷവും ഫുട്ബോൾ ഇന്റർനാഷണൽ മാച്ചുകളൊന്നും നടക്കുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് വരുന്ന ഒരു മാച്ചാണ്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നു. അത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മറുപടി പറഞ്ഞ് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ആ ക്രമീകരണങ്ങൾക്ക് ശേഷമുള്ള ഒരു പരിശോധന തീയതി അതെന്നായിരിക്കും? അത് ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് എന്റെ അറിവ്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷെ അവരെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണല്ലോ ഇപ്പോൾ. അതൊക്കെ ഞങ്ങൾ ഡേ ടു ഡേ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി, താങ്കൾ ഇത് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഈ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ സ്വാഭാവികമായും അവിടെ വരുന്ന മീഡിയ റിപ്പോർട്ടുകൾ അത് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതിന് കൺസേൺ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് ശരിയല്ല, അങ്ങനെ കൺസേൺ വരുന്നുണ്ട്. അത് നിങ്ങൾ ഇടപെട്ട് സംസാരിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ എന്ത് മറുപടിയാണ് നൽകിയത്? അത് സാർ, അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതല്ല, അത് നിങ്ങളുടെ ഭാഗത്തുള്ള നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് താങ്കൾ സൂചിപ്പിച്ചല്ലോ, താങ്കൾ തന്നെ പറഞ്ഞത് എന്താണ്? അതായത് അർജന്റീനയിലെ ഒരു പത്രത്തോട് താങ്കൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ചോദിക്കുന്ന പോലെ തന്നെയല്ലേ ഇത് പറയുന്നത്? കേരളത്തിൽ നിന്ന് ആഫ്രിക്ക, പിന്നെ എന്താണ്, അർജന്റീനയ്ക്ക് മെയിൽ അയച്ച മാധ്യമങ്ങളുള്ള സ്ഥലമാണ് കേരളം. അപ്പൊ പിന്നെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവരെന്തെങ്കിലും ഡോക്യുമെന്റ് ആയിട്ട് എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശക്കാരാകാൻ കഴിയില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. കേരളത്തിൽ നിന്ന് മാധ്യമങ്ങൾ ലെറ്റർ അയക്കാണ് അർജന്റീനയ്ക്ക്. ഇവിടെ സ്റ്റേഡിയം ഇല്ല, ഇവിടെ ഹോട്ടലില്ല, ഇവിടെ റോഡില്ല, ഇവിടെ വഴിയില്ല, ഇവിടെ വെള്ളമില്ല, അതുവരെ അയക്കാണ്. മനസ്സിലായോ? അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ട് പോകാൻ പറയുന്നത് പിന്നെ എന്താണ് പറയാ, അതിൽ കൂടുതൽ അതിന്റെ നമ്മൾ എവിടുത്തെ ഇനിഷ്യേറ്റീവ് വെച്ചാൽ ആ ഇനിഷ്യേറ്റീവിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് മുഴുവൻ ഈ 2-3 മാസം മുന്നേയുള്ള ഡിസ്കഷൻ മുഴുവൻ എന്തായിരുന്നു? ഒറ്റ ഡിസ്കഷനേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് കളി ചൈനയിലാണ്, കളി അമേരിക്കയിലാണ്, കളി വേറെ ഏതോ രാജ്യങ്ങളിലാണ്. ഇന്ത്യയിലേക്ക് വരുന്നതേ ഇല്ല. ഒഫീഷ്യലി കൺഫർമേഷൻ വരുന്ന തലേ ദിവസം വരെ ഞാനിത് കേട്ടതാണ്. എഫ്ഐന്റെ പ്രതിനിധി ഇന്ത്യയിലേക്ക് വരില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. എഫ് അങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എഫ്ഐന്റെ പ്രതിനിധി പറഞ്ഞല്ലോ എല്ലാവരോടും വന്നിട്ട്. ഇതിൽ ഇന്ത്യയുടെ ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ റോളുണ്ടോ?
ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷൻ ഫെഡറേഷൻ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ധാരണ ഇല്ലാതെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ മാച്ച് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ ഫെഡറേഷന് റോളുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അവരെന്തുകൊണ്ടായിരിക്കാം ഇതിൽ ഒഫീഷ്യലി ഒക്കെ ഇത്തരത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താതിരിക്കുന്നത്? അതൊക്കെ എന്തിനാണെന്ന് കൊടുക്കുന്നത്? ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് അല്ലേ? ആ ഫ്രണ്ട്ലി മാച്ചിന്റെ ഫൈനൽ ഡിസിഷൻ വരുമ്പോ അല്ല, ഫൈനൽ പിന്നെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഡേറ്റ്, സമയം, വരുന്ന സമയം, കാര്യങ്ങള് എല്ലാവരും ഒഫീഷ്യലായിട്ട് എല്ലാവരും അനൗൺസ് ചെയ്യും. അതിനെക്കുറിച്ച് എന്താ അപ്പോൾ അതായത് ഈ 17-ാം തീയതി എന്നതിൽ ഒരു മാറ്റവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇതുവരെ എനിക്ക് എന്റെ അറിവിലില്ല. അതിൽ ഏത് സമയത്ത് മത്സരം ആരംഭിക്കുമെന്നതിൽ വ്യക്തതയുണ്ടോ? അല്ല, അതാ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഗവൺമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും പ്രപ്പോസൽ അല്ല, എല്ലാവർക്കും അതിന്റെ ടൈം ഫ്രെയിം ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സമയം, അവിടുത്തെ അർജന്റീനയുടെ സമയം, ഇന്റർനാഷണൽ ടെലികാസ്റ്റിംഗ് സമയം, അതുപോലെ തന്നെ ഏതൊക്കെ സമയമാണ് ഇവരുടെ ഈ 3 ടീമിനെ നോക്കണം. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം നോക്കിയില്ല, ഇന്ത്യന്റെ നോക്കണം, ഓസ്ട്രേലിയന്റെ നോക്കണം, അർജന്റീനയുടെ നോക്കണം. ഈ സമയവും കാര്യങ്ങളെല്ലാം നോക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. സമയം ഫിക്സ് ആയിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? സമയമൊക്കെ എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒഫീഷ്യലി അനൗൺസ് ചെയ്യും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്? അത് വരുന്നത് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാനില്ലല്ലോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ബിസിനസ് അല്ല. ഇത് ഈ നാടിന് ഗുണം ഉണ്ടാവേണ്ട കാര്യമാണ്. അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി ആരും പറയാതെ മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാനാണ്? ഇന്ന് പറയുന്ന ഞാൻ അങ്ങനെയാണ് ഈ ചോദിച്ച കാര്യം. അതാണ് അർജന്റീനൻ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യമാണല്ലോ കേരളത്തിലേക്ക് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞത്. അതിനുശേഷം അനൗൺസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ വാർത്തയെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ശരി, ഒഫീഷ്യലി പറയട്ടെ, അന്നേരം ആലോചിച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു പോകുന്നത് ഒരർത്ഥമില്ല. വളരെ നന്ദി ശ്രീ ആന്റോ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മിഥുൻ, ഇതാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട്. അതുപ്രകാരമുള്ള ഒരുക്കങ്ങളുമായി തന്നെയാണ് സംഘാടകർ മുന്നോട്ട് പോകുന്നത്. അതുപ്രകാരം 17-ാം തീയതി തന്നെ മത്സരം നടക്കും.